ശിവന്റെ പുത്രനാണ്, പാർവതിയുടെ പുത്രനാണ്. മണ്ണും ജലവും ചേർന്നിട്ടാണ് സുബ്രഹ്മണ്യൻ ജനിക്കുന്നത്. പക്ഷെ അതിനെ കൃത്തികളാണ് ഷൺമുഖ ഭാവമേകുന്നത്. ഒരു മൗണ്ടിന് ഷൺമുഖ ഭാവമേകുന്നത് ഋതുക്കളെ സൃഷ്ടിക്കുന്നതിന് കാരണമായിരിക്കുന്നത് ഷൺമുഖനാണ്, ഈ മൗണ്ടുകളാണ്. അതിന് കാരണം കൃത്തികളാണ്. കൃത്തികളാൽ ഷൺമുഖന് ഷൺമുഖ ഭാവങ്ങൾ 6 വളർത്തമ്മമാർ വളർത്തുന്നതിനാൽ സുബ്രഹ്മണ്യന് 2 മാസം കൂടുമ്പോൾ ഭാവം മാറും. ദ്വാദശ ഭാവം ഉള്ള സൂര്യന്റെ വൈഭവമാണ് ഇതിന് കാരണം. അങ്ങനെ കൃത്തികളുടെ പേരും വിശേഷങ്ങള് ഒന്ന് ചെറുതായിട്ട് പറയാമോ? കാർത്തികക്കൂട്ട നക്ഷത്രമാണത്. 6 നക്ഷത്രങ്ങളുടെ കൂട്ടമാണ്. കാർത്തികക്കൂട്ട നക്ഷത്രമാണ് ഈ ഋതുഭാവങ്ങളെ ഈ മൗണ്ടുകൾക്ക് സമ്മാനിക്കുന്നത് എന്ന് ഭാരതത്തിന്റെ വേദശാസ്ത്രം. അപ്പൊ അങ്ങനെയായിരിക്കുന്ന ആ സുബ്രഹ്മണ്യനാണ് ജീവനെ പർവ്വതീകരിക്കുന്നത്, മാരിയെ കുമാരിയാക്കുന്നത്. ഈ കുമാരിയിൽ നിന്നും ജനിക്കുന്നതാണ് ആര്? ഗണപതി എന്ന് പറയുന്ന ദേവസങ്കല്പം. ശ്വസനശീലമുള്ള സർവ്വ ജീവജാലങ്ങളുടെയും പ്രതിനിധിയായിരിക്കുന്ന ഗണപതി. ആ ഗണപതി ഗംഗയും പാർവതിയും ചേർന്നാണ് അമ്മമാരായിട്ട് നിൽക്കുന്നത്. ഒരേ സമയം മഴയും പാർവതിയും അമ്മമാരാണ്. ഗംഗയും പാർവതിയും ചേർന്നിട്ടാണ് ഗണപതിയുടെ മാതൃഭാവത്തിൽ വരിക.